50 വയസ്സിന് മുകളിൽ വയസ്സായ സ്ത്രീകൾക്ക് മഹറമില്ലാതെ ഹജ്ജിന് പോകാമോ എന്നാണ് പീസ് റേഡിയോയിലേക്ക് എഴുതി കിട്ടിയ ചോദ്യം. സ്ത്രീകളുടെ യാത്രയുമായി ബന്ധപ്പെട്ട് പീസ് റേഡിയോയിലൂടെ പലതവണ നമ്മൾ മറുപടി പറഞ്ഞതും വലിയ ചർച്ചകളും ആശങ്കകളും ഉള്ള ഒരു വിഷയം കൂടിയാണ്. അതായത് സ്ത്രീയെ ഇസ്ലാം കാണുന്നത് അവൾക്ക് സുരക്ഷിതത്വം, അവളുടെ സുരക്ഷ, ഇതൊക്കെ ഇസ്ലാം പരിഗണിക്കുകയാണ്. അവൾ വീട്ടിലെ രാജ്ഞിയാണ്, കുട്ടികളെ പരിപാലിക്കേണ്ടവരാണ്. ഇതല്ലാത്ത എല്ലാ കാര്യങ്ങളും അവൾ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് അവൾ യാത്ര ചെയ്യുമ്പോൾ ഉള്ള നിബന്ധന പറഞ്ഞു, ഒരു യാത്ര എന്ന് പറയാവുന്ന ദൂരമാണ് എങ്കിൽ അവളുടെ കൂടെ ഭർത്താവോ അല്ലെങ്കിൽ മഹ്റമായി വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കണം. ലാ തുസാഫിറന്ന ഇംറാത്തുൻ ഇല്ലാ മഅ ദി മഹ്റം, മഹ്റമോട് കൂടിയല്ലാതെ ഒരു സ്ത്രീ യാത്ര ചെയ്യരുത് എന്നാണ്. അത് ചില ഹദീസുകൾ 1 ദിവസത്തെ യാത്ര, 2 ദിവസത്തെ യാത്ര, 3 ദിവസത്തെ യാത്ര എന്നൊക്കെ വന്നിട്ടും മൊത്തത്തിൽ ഒരു യാത്ര എന്ന നാട്ടിലെ ഒരു സ്വഭാവം വെച്ച് പറയാവുന്ന ദൂരമാണ് എങ്കിൽ അവരൊക്കെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടായിരിക്കണമെന്നാണ്. അത് ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടിയുള്ള യാത്രയാകട്ടെ, മറ്റ് അനുവദിക്കപ്പെട്ട യാത്രകളാകട്ടെ, അവിടെയൊക്കെ ആ രൂപത്തിൽ തന്നെയാണ് ഉള്ളത്. മദ്ഹബുകൾ എടുത്ത് പരിശോധിക്കുകയാണ് എങ്കിൽ ഷാഫി മദ്ഹബിൽ ഉള്ള ഒരു അഭിപ്രായം, ഒരു കൂട്ടം സ്ത്രീകൾ യാത്ര ചെയ്യുകയാണ്, അത് അവരുടെ സുരക്ഷിതത്വത്തെ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായി അവർക്ക് യാത്ര ചെയ്യാമെങ്കിൽ അങ്ങനെ യാത്ര ചെയ്യുന്നതിന് ഉംറയ്ക്ക് പോകുന്നതിന് കുഴപ്പമില്ല എന്നാണ്. അത് ചില തെളിവുകളൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ നമ്മൾ ഒന്നുകൂടെ പരിശോധിക്കുകയാണെങ്കിൽ തെളിവുകൾ വെച്ച് ഒന്നുകൂടെ പരിശോധിക്കുക. ഇപ്പോൾ ഉദാഹരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു സ്വഹാബി വന്ന് പറഞ്ഞു, ഇന്നി തുതിബ്തു, നബിയെ ഞാൻ യുദ്ധത്തിന് വേണ്ടി പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, എന്നാൽ വഖറജത്ത് ഇംറഅത്തി ഹാജ, എൻ്റെ ഭാര്യയാണെങ്കിൽ ഹജ്ജിന് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഹുജ്ജ് മഅ ഇംറഅത്തിക്, നിൻ്റെ ഭാര്യയുടെ കൂടെ പോയി നീ ഹജ്ജ് ചെയ്യ് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും സഹായിമാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക സുരക്ഷിതമായി തന്നെ ആയിരിക്കും അവർ പോയത്. എന്നിട്ടും അദ്ദേഹത്തോട് പറഞ്ഞത് നിൻ്റെ ഭാര്യയുടെ കൂടെ പോയി ഹജ്ജ് ചെയ്യണം എന്നാണ്. അത് വെച്ച് നോക്കുമ്പോൾ സ്ത്രീകൾ ഇങ്ങനെയുള്ള നിബന്ധനകൾ പാലിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞു ഹജ്ജ് ഉംറ എന്നിവ ചെയ്യാൻ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾപ്പെട്ട മനിസ്തത ഇലൈഹി സബീല, അവിടെ എത്തിപ്പെടാൻ കഴിയുന്ന ആൾ. അപ്പോൾ സാമ്പത്തികമായ ശേഷി ഉണ്ടായിരിക്കണം, സ്ത്രീയാട്ടെ പുരുഷനാട്ടെ. അതേപോലെ തന്നെ ശാരീരികമായ ശേഷി ഉണ്ടായിരിക്കണം, സ്ത്രീയാട്ടെ പുരുഷനാട്ടെ. എന്നാൽ സ്ത്രീക്ക് ഒന്നുകൂടെ അവളുടെ കൂടെ മഹറമോ ഭർത്താവോ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവൾക്ക് ഹജ്ജ് ഉംറ നിർബന്ധമുള്ളൂ. ഇപ്പോൾ സക്കാത്ത് കൊടുക്കാൻ കാശില്ലാത്ത ഒരാൾ വിഷമിക്കുകയാണ്, എനിക്ക് സക്കാത്ത് കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് കാശ് കടം വാങ്ങട്ടെ എന്നിട്ട് ഞാൻ സക്കാത്ത് കൊടുക്കട്ടെ എന്നാരും ചിന്തിക്കാറില്ല. ഇതേപോലെ ഒരു സ്ത്രീക്ക് ഇത്തരം ഒരു നിബന്ധന ഒത്തിണങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് ഹജ്ജ് ചെയ്യാൻ സാധിച്ചിട്ടില്ലല്ലോ, ഉംറ ചെയ്യാൻ സാധിച്ചിട്ടില്ലോ എന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കൂടെ സുരക്ഷിതമായി ഭർത്താവോ മഹറമോ ഉണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ ഈ എയർപോർട്ടിൽ നിന്ന് കയറി അടുത്ത എയർപോർട്ടിൽ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും പലപ്പോഴും ഒരു 100% ശരിയായിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ യാത്രയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും, എയർപോർട്ടിലുണ്ടാകും, രോഗിയാകും. അങ്ങനെ ഒരു വേണ്ട ഒരാളുടെ പരിചരണം ആവശ്യമായ ഏത് സമയത്തും വരാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സ്ത്രീകൾക്ക് ഈ ഒരു നിബന്ധന ഇസ്ലാം വെച്ചത്.